ഈ മെസ്സി ഡീൽ തകർത്ത അതിലൊരു നിലപാട് സ്വീകരിച്ച് ഒടുവിൽ ആ ചുമതല തന്നെ വേണ്ടി വന്നാൽ തനിക്ക് ആവശ്യമില്ലെന്ന് ഉറക്കെ പറഞ്ഞ് പലതിനോടും ശക്തമായി നിലപാട് സ്വീകരിച്ച ഒരു IAS ഓഫീസറുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഫയൽ പരിശോധിക്കുന്ന വേളയിൽ നിഷ്പക്ഷമായി ഫയലിൽ കണ്ട കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം പോലും രേഖപ്പെടുത്താതെ ആ ഫാക്ച്വൽ സത്യങ്ങൾ മാത്രം എഴുതി രേഖപ്പെടുത്തിയ മറ്റൊരു IAS ഓഫീസറും. ഇപ്പോൾ മെസ്സി ഡീൽ കത്തുമ്പോൾ 2 IAS ഓഫീസർമാരുടെ കഥ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ചർച്ചയാണ്. ആദ്യത്തേത് മുഹമ്മദ് അനീഷ് IAS എന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി, മറ്റൊന്ന് കളക്ടർ ബ്രോ എന്ന് പേര് കേട്ട പ്രശാന്ത് IASുമാണ്. ഇരുവരുടെയും പ്രവൃത്തികൾ വാർത്താമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയാകുന്നുണ്ട്. മെസ്സി അയച്ച കത്ത് തനിക്ക് പോലും കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു മെസ്സിയുടെ പേരിൽ ഉണ്ടാക്കിയ പുല്ലാപ്പുകൾ ഓർത്ത് ചിരിച്ചു പോകും. ഗ്രാഫിക് ഡിസൈൻ ഉണ്ടാക്കി അതിലൂടെ ആൾക്കൂട്ടങ്ങളെയും മറ്റുമൊക്കെ സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഇതിനുചിതമായ തീരുമാനമെടുക്കേണ്ട ഒരാളായിരുന്നു അന്ന് സ്പോർട്സിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സാർ. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കേവലം പാഠപുസ്തകത്തിലെ മിടുക്കനായ വിദ്യാർത്ഥിയായി പഠിച്ചിറങ്ങിയ ഒരാളെന്നുള്ളതിനപ്പുറത്ത് കലാലയ രാഷ്ട്രീയത്തിലും ആൾക്കൂട്ടത്തിലും മണ്ണിലും ചുവടുറപ്പിച്ച് നിന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് നിർഭയമായി പറയാൻ നിലപാടുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് അതിലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എതിർക്കേണ്ടി വന്നു. ഒരു ഗവൺമെൻറ് സെക്രട്ടറി വകുപ്പ് മന്ത്രിയുമായി കലഹിക്കുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായ കാര്യമല്ല. പക്ഷേ നിർവാഹമില്ലാത്തവണ്ണം ചില കാര്യങ്ങളിൽ വേറിട്ട നിലപാട് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ഉറച്ചു തന്നെ സംസാരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പഴയ കോളേജ് രാഷ്ട്രീയത്തിൻ്റെ വീറും വാശിയും കാണിച്ചു മുഹമ്മദ് ഹനീഷ്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിനെ ആ വകുപ്പിൽ നിന്ന് നീക്കിയെങ്കിലും ആ നീക്കിയ നിലപാട് ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു എന്നതാണൊരു സത്യം. അത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വാർത്തകളായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഔദ്യോഗിക ചുമതലയിലിരുന്ന് നടത്തിയ ഏതെങ്കിലും കത്തടപാടുകൾക്കപ്പുറത്ത് പല കമ്മിറ്റ്മെൻറ്റുകളും പല ഉറപ്പുകളും പല ധാരണകളും ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അത് സർക്കാർ സംവിധാനത്തിൽ സാധ്യമല്ല എന്ന് ഉറച്ചു മറുപടി കൊടുത്തത്. ഒരു ഗവൺമെൻറ്റും ഒരു ന്യൂസ് ചാനലും എല്ലാം കൂടി ചേർന്ന് സ്വപ്നതുല്യമായി മലയാളിയെ ഒരു കാഴ്ച കാണിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നതിന് ചെറിയ ചങ്കൂറ്റം പോരാ. അത് ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ മറ്റൊരു IAS ഓഫീസർ ഇപ്പോൾ വളരെ നിശബ്ദമായി ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത പ്രശാന്ത് IAS എന്ന കളക്ടർ ബ്രോയാണ്. അദ്ദേഹം പല കാര്യങ്ങളും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉറക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ദീർഘകാലം സസ്പെൻഷനിൽ നിന്ന ശേഷം മടങ്ങിയെത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് എല്ലാത്തിനോടും സന്ധി ചെയ്യുന്ന നിശബ്ദനായിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ്. അദ്ദേഹം നിശബ്ദനാണ് നാവുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേനയും ചിന്തയും വളരെ ആഴത്തിലും വേഗത്തിലും ചലിച്ചുകൊണ്ടേയിരുന്നു. താരതമ്യേന പുതുമുഖ മന്ത്രിയായ ആദ്യ MLAയും ആദ്യ ഊഴത്തിൽ മന്ത്രിയുമായ ജനീഷ് എന്ന KSU നേതാവ് ആ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ചിലരെങ്കിലുമൊക്കെ മുഖം ചുളിച്ചുവെങ്കിൽ കരുത്തോടെ ആ വകുപ്പ് തൻ്റെ മിതഭാഷിത്വവും സ്വതസിദ്ധമായ ശൈലിയും വലിയ അവകാശവാദങ്ങളുമില്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രശാന്ത് എന്ന കളക്ടർ ബ്രോ നൽകുന്ന പിന്തുണ വളരെ വലുതാണെന്ന് അധികാര കേന്ദ്രങ്ങളിൽ എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഈ ഫയലിൽ പ്രത്യേകിച്ച് യാതൊരു കളക്ടറുടെ ഒപ്പീനിയനും പരിശോധിച്ച അഭിപ്രായവുമില്ലാതെ ഫയലിൽ കണ്ട കാര്യം മാത്രം എഴുതി അദ്ദേഹം സമർപ്പിച്ചത്. ആ ഫയലിൽ എഴുതിയ കാര്യങ്ങളെ തുടർന്നാണ് ഈ ചർച്ചകളും ഈ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നത്. സിവിൽ സർവീസുകാരെക്കുറിച്ച് പറയുമ്പോൾ പലതിനോടും സന്ധി ചെയ്യുന്നവരാണ് എന്ന ആക്ഷേപമൊക്കെ ഉന്നയിക്കുമ്പോഴും ചില കാലങ്ങളിൽ ഇതുപോലെ ചില ഉയർത്തെഴുന്നേൽപ്പുകളോ ചെറുത്തുനിൽപ്പുകളോ നിലപാടുകളോ ഉറക്കെ പറയുമ്പോൾ അത് ചില വൻ സംഭവങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനും നിശബ്ദമാക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഒക്കെ അവസരമായി മാറുന്നു എന്നതാണ് ഒരു സത്യം.